തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ സ്വയം മറക്കുകയാണ് UDFും അതുപോലെ തന്നെ BJPയും. കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസും മുസ്ലിം ലീഗും CPIM പ്രവർത്തകർക്കെതിരെ വ്യാപകമായ ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. വീടുകളിലടക്കം കയറി സ്ത്രീകളെ അടക്കം ഉപദ്രവിക്കുന്ന സമീപനത്തിലേക്ക് മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും മാറിയിരിക്കുന്നു. പാനൂർ മേഖലയിൽ BJPയാണ് അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, CPIM പ്രവർത്തകരെ പരമാവധി പ്രകോപിപ്പിച്ച് ആക്രമണത്തിൻ്റെ പാതയിലേക്ക് തിരിക്കാനുള്ള വലിയ പരിശ്രമം കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒപ്പം BJPയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇതാണ് അവിടെ നടക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം പാനൂർ മേഖലയിൽ പാനൂർ, കുന്നോത്തുപറമ്പ്, പാറാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള സംഘർഷത്തിനാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഒരു ഭാഗത്ത് BJP RSSും നേതൃത്വം നൽകുന്നത്. ഈ കുന്നോത്തുപറമ്പിൽ വ്യാപകമായി ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസ് പ്രവർത്തകരാണ്. ഈ വിജയാഹ്ലാദത്തിൽ ഇത്തവണ കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൽ UDF ആണ് ജയിച്ചത്. അതിൻ്റെ ആഹ്ലാദ പ്രകടനത്തിൻ്റെ മറവിലാണ് CPIM പ്രവർത്തകർക്ക് നേരെയും അതോടൊപ്പം തന്നെ CPIMൻ്റെ പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും സ്തൂപങ്ങൾക്ക് നേരെയും എല്ലാം തന്നെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടി അവിടെ മുസ്ലിം ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ CPIMൻ്റെ സ്തൂപം തകർക്കുകയായിരുന്നു. ചുറ്റികയും ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അരിവാൾ ചുറ്റിക ആലേഖനം ചെയ്തിട്ടുള്ള പാറാട് കുന്നോത്തുപറമ്പിൽ റോഡിൽ സർവീസ് സ്റ്റേഷന് സമീപമുള്ള സ്തൂപമാണ് അടിച്ച് തകർത്തത്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ചാക്കിൽ നിന്നും ആയുധങ്ങൾ എടുത്ത് ഓരോരുത്തരായി പോയി ലീഗ് പ്രവർത്തകർ ഈ സ്തൂപം ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. അതേസമയം തന്നെ ഈ കുന്നോത്തുപറമ്പ്, പാനൂർ, പാറാട് മേഖലയിൽ മുസ്ലിം ലീഗ് UDF പ്രവർത്തകർ ഇത്തരത്തിലുള്ള കടുത്ത ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ മൊകേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ RSS ആണ് CPM പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തുന്നത്. അവിടെയുള്ള RSS പ്രവർത്തകർ CPIM പ്രവർത്തകന്റെ വീടിനകത്ത് കയറി ആക്രമണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ മുഖംമൂടി ധരിച്ച RSS സംഘം, 10ഓളം വരുന്ന RSS സംഘമാണ് ഈ CPIM പ്രവർത്തകനായിട്ടുള്ള അലൻ്റെ വീട്ടിൽ കയറി ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നത്. ബന്ധുക്കളുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ തുടങ്ങിയതാണ്. CPIMൻ്റെ സ്ഥാനാർത്ഥികൾക്കും വനിതാ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ഉൾപ്പെടെ ആക്രമണമുണ്ടായി. 7 പേർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഒരു CPIM പ്രവർത്തകൻ്റെ തലയ്ക്ക് 16 സ്റ്റിച്ചാണ് ഈ ആക്രമണത്തിൻ്റെ ഭാഗമായി ഉണ്ടായത്. അത്തരത്തിൽ വ്യാപകമായ ആക്രമണം, തിരഞ്ഞെടുപ്പ് വിജയം ഈ UDFന് പൊതുവെ കേരളത്തിൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരഞ്ഞെടുപ്പ് വിജയം, അതിൻ്റെ മറവിലാണ് ലീഗ് പ്രവർത്തകർ വ്യാപകമായ അക്രമം CPM പ്രവർത്തകർക്കെതിരെ നടത്തിയത്. ഒരു ഭാഗത്ത് RSSും ഈ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. പക്ഷേ പുറമേ വരുന്ന വാർത്തകൾ, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലുമെല്ലാം വരുന്ന വാർത്തകൾ ഈ CPIM പ്രവർത്തകരാണ് ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ്, ഏകപക്ഷീയമായി ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ മറുഭാഗത്ത് നടത്തുന്ന ലീഗും കോൺഗ്രസും RSSും നടത്തുന്ന ആക്രമണത്തിൻ്റെ വാർത്തകളോ ദൃശ്യങ്ങളോ വലിയ രീതിയിലുള്ള പ്രചരണം നൽകുന്നില്ല മാധ്യമങ്ങൾ എന്നുള്ളതാണ്. അതേസമയം തന്നെ CPIM പ്രവർത്തകരാണ് ഒരു ഭാഗത്തെങ്കിൽ അതിന് വലിയ വാർത്താ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം കടുത്ത കടന്നാക്രമണം ഉണ്ടായപ്പോൾ അവിടെയുള്ള പാർട്ടി പ്രവർത്തകർ തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വ്യാപകമായിട്ടുള്ള കല്ലേറും കുപ്പിയേറും ഉണ്ടായപ്പോഴാണ് തിരിച്ച് CPIM പ്രവർത്തകർ അത് പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തുന്നത്. പക്ഷേ അത് വലിയ വാർത്തയായി മാറുകയും ചെയ്യുന്നു. അത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുണ്ടായ അല്ലെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടം CPIM പ്രവർത്തകരെ കടന്നാക്രമിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ ലീഗ് പ്രവർത്തകരും കോൺഗ്രസും ഒരു ഭാഗത്ത് RSSും ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, പൊതുവെ കണ്ണൂർ നേരത്തെയെല്ലാം വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾ നടന്നിട്ടുള്ള പ്രദേശമാണ് പാനൂരും മൊകേരിയും കുന്നോത്തുപറമ്പ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം. എന്നാൽ അവിടെ ഏറെ നാളുകളായി യാതൊരു തരത്തിലുള്ള സംഘർഷവും നിലനിൽക്കുന്നില്ല. കണ്ണൂർ ജില്ല പൊതുവെ സമാധാന അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള, സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമമാണിപ്പോൾ ലീഗ് പ്രവർത്തകരുടെയും കോൺഗ്രസിൻ്റെയും RSSൻ്റെയും എല്ലാം തന്നെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പാനൂർ മേഖലയിൽ ഒരു സംഘർഷത്തിന് തുടക്കമിട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് വലിയ സംഘർഷമായി വളരുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള
ഇത് ഏതെങ്കിലും തരത്തിൽ ഈ ഈ കോൺഗ്രസിനെയോ ലീഗ് പ്രവർത്തകർക്കെതിരെയോ നടത്തുന്ന ദുഷ്പ്രചരണമല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങൾ, ഇന്നലെയെല്ലാം പുറത്തു വന്ന ദൃശ്യങ്ങൾ അതിഭീകരമായ ദൃശ്യങ്ങളാണ്. ഒരു ചാക്കിൽ നിറച്ചും ആയുധങ്ങൾ ഈ ആഹ്ലാദ പ്രകടനത്തിനൊപ്പം തന്നെ കൊണ്ടുപോവുക, അതിൽ നിന്ന് ചുറ്റികയും മറ്റ് ആയുധങ്ങളും വലിച്ചെടുക്കുക, അതുപയോഗിച്ച് സംഘടിതമായി ഓടിപ്പോയി ഈ സ്തൂപം അടിച്ച് തകർക്കുക, ഈ ചുറ്റിക അവിടെ ഉപേക്ഷിച്ച് പോവുക. അത്തരത്തിലൊരു പ്രകോപനമില്ലാതെ നിൽക്കുന്ന സ്ഥലത്ത് സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു. മറ്റൊരു ദൃശ്യം പുറത്തു വന്നത് RSS പ്രവർത്തകർ മുഖംമൂടി ധരിച്ച് ഒരു യുവാവിൻ്റെ CPIM പ്രവർത്തകനായ യുവാവിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കടന്ന് സ്വന്തം പിതാവിൻ്റെ മുന്നിൽ വെച്ച് ഭീകരമായി ഈ CPIM പ്രവർത്തകനെ മർദ്ദിക്കുകയാണ്. മറ്റൊരു യുവാവിന് കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റത് ഈ RSS പ്രവർത്തകർ ഇത്തരത്തിൽ സംഘർഷമുണ്ടാക്കുമ്പോൾ അത് ബൈക്കിൽ പോകുകയാകുമ്പോൾ അതിൻ്റെ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചു. ആ ദൃശ്യം പകർത്തുകയായിരുന്ന ഒരു യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം, അതിനുശേഷം കടുത്ത കടന്നാക്രമണങ്ങൾ, വ്യാപകമായ സംഘർഷങ്ങൾക്ക് ആണ് ഈ പ്രദേശത്ത് പാനൂരിലും അതോടൊപ്പം തന്നെ ഈ മൊകേരിയിലും ഉൾപ്പെടെയുള്ള കുന്നോത്തുപറമ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് കോൺഗ്രസ് പ്രവർത്തകരും മറുഭാഗത്ത് RSSും CPIMനെതിരായിട്ടുള്ള കടന്നാക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷമി, തീർച്ചയായും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ആവേശത്തിൽ ഇടതുപക്ഷത്തെ CPIMനെ തകർത്ത് കളയാം എന്നൊരു രീതിയിലേക്ക് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ്. അവർക്കറിയാം ഇപ്പോഴും CPIMനെ കായികമായി ആക്രമിച്ച് ഒരർത്ഥത്തിലും അവർക്ക് തകർക്കാൻ കഴിയില്ല എന്ന് എങ്കിൽ പോലും ഒരു പ്രകോപനം സൃഷ്ടിക്കുകയും അതുവഴി CPIMൻ്റെ പ്രവർത്തകരെ അക്രമത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരികയും, നേരത്തെ സന്തോഷ് പറഞ്ഞതുപോലെ അവർ ചെയ്യുന്നതൊന്നും മാധ്യമങ്ങൾ നൽകില്ല, പകരം ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം സൃഷ്ടിക്കേണ്ടി വന്നാൽ അത് വലിയ വാർത്തയാക്കുകയും ചെയ്യുക എന്ന തന്ത്രം, വളരെ ഗൂഢമായ തന്ത്രം, വളരെ പ്രചുരപ്രചാരമായ തന്ത്രം. തീർച്ചയായും അതുതന്നെയാണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം. കാരണം ആ ഒരു പ്രദേശത്ത് സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്ത്, പ്രത്യേകിച്ചും ഈ പാനൂർ മേഖലയിൽ ഇത്തവണ മുസ്ലിം ലീഗിന് കൂടി തിരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടിയേറ്റിരുന്നു. പല വാർഡുകളിലും വോട്ടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ CPIM പ്രവർത്തകർക്ക് നേരെ പ്രകോപനമുണ്ടാക്കി, ഒരു സംഘർഷമുണ്ടാക്കി, അത് സംസ്ഥാന വ്യാപകമായി ഒരു CPIMനെതിരെയുള്ള പ്രചരണം നടത്തുക, പല വിധത്തിലുള്ള CPIMനെതിരെയുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള ഈ സംഘർഷമുണ്ടാക്കുന്നു, അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ള പ്രചരണം സൃഷ്ടിക്കുക തന്നെയാണ് ലക്ഷ്യം. കാരണം ഒരു പ്രകോപനവുമില്ലാതെ സ്വാഭാവികമായി നമുക്ക് പാനൂരിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം അറിയാം. പാനൂരിലെ മറ്റ് പ്രദേശങ്ങളുള്ളതുപോലെയല്ല. യഥാർത്ഥത്തിൽ CPIM പ്രവർത്തകർ അവിടെയുള്ള ഒരുപാട് വൈകാരികമായിട്ടുള്ള വിഷയങ്ങളിലൂടെ നിരവധി സഖാക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു പ്രദേശമാണ്, നിരവധി രക്തസാക്ഷികളുള്ള പ്രദേശമാണ്, വളരെ വൈകാരികമായി തന്നെ പാർട്ടിയെ കൊണ്ടു നടക്കുന്ന പാർട്ടി പ്രവർത്തകരുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും ഈ സംഘർഷം ഉണ്ടാക്കുന്നവർക്കും അറിയാം CPIMൻ്റെ ഒരു സ്തൂപം, അരിവാൾ ചുറ്റിക തകർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ പ്രതികരണം ഉണ്ടാകും എന്നുള്ളതറിയാം. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സൃഷ്ടിക്കുകയും അത് വലിയ സംഘർഷമായി ചിത്രീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് CPM നേതൃത്വവും ഇക്കാര്യം തിരിച്ചറിയുകയും പ്രവർത്തകരോട് സംയമനം പാലിക്കണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷേ ഈ പറയുന്ന രീതിയിൽ പരമാവധി സംയമനത്തിൻ്റെ പാതയിൽ കൂടി തന്നെയാണ് ആ മേഖലയിൽ CPM പ്രവർത്തകർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വലിയ സ്തൂപം ഉൾപ്പെടെ തകർക്കുന്ന സംഭവങ്ങൾ ഉണ്ടായെങ്കിൽ കൂടിയും അതിൻ്റെ തുടർ അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള സംയമനത്തിൻ്റെ ഒരു പാത തന്നെയാണ് CPM പ്രവർത്തകർ സ്വീകരിക്കുന്നത്. ഷമി.